ഇന്നലെ മീൻകറിക്ക് കരിയാപ്പില വെച്ചാൻ പോയപ്പം അവിടെ ഒരു ഓമയ്ക്ക കണ്ടു വെച്ചിട്ട് പോന്നു. അവനോട് പറഞ്ഞിട്ട് പോന്ന് അവിടെ നിന്നു, നാളെ വന്നെടുത്തോളാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓമയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പം ആദ്യം ഞാൻ ഓമയ്ക്ക നല്ലപോലെ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടത് ചെറിയ നമ്മൾ തീയലിനൊക്കെ കിഴങ്ങ് അരിയുന്ന അത്രയും വലുപ്പത്തിൽ അതരിഞ്ഞെടുക്കാം. പിന്നെ സവാള അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, ഒത്തിരി ചെറുതല്ല, ആ ഒരു ഓമയ്ക്കയുടെ സൈസിൽ തന്നെ. പിന്നെ 2 പച്ചമുളക്, ഒരു സവാള, ഒരു പച്ചമുളക്, ഒരു ഓമയ്ക്ക, ഇത്ര എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് തേങ്ങാക്കൊത്ത്, അത് നമ്മുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും എടുക്കാം. തേങ്ങാക്കൊത്തും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇത്രയാണ് സാധനം അതിനകത്തേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം എണ്ണ കണ്ടോ, ഞാനും മണികണ്ഠനും കൂടെ ഉണ്ടാക്കുന്നതുണ്ടോ, മണികണ്ഠൻ വന്ന് ഹാജര് വെക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പം നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് അതിനകത്തോട്ട് ആദ്യം ഇട്ട് കൊടുത്തിട്ട് നല്ലതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമ്മുടെ കരിയാപ്പില ഇട്ട് കൊടുക്കണം. ഞാൻ ഈ കരിയാപ്പിലിൻ്റെ തണ്ട് പൊടിച്ചിടും കേട്ടോ, നിങ്ങളൊക്കെ ഇടാറുണ്ടോ? എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഓമയ്ക്കയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ ഓമയ്ക്കകത്ത് നിന്ന് തന്നെ ഒരു ചെറിയ വെള്ളം ഇറങ്ങും, ആ ഒരു ഇതിനകത്ത് കിടന്ന് അത് വേവുന്നത്, അല്ലാതെ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി വെച്ച് അടച്ച് വെച്ചാണ് വേവിക്കുന്നത്. നല്ല ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒന്ന് വാടാനും വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ വരണം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് തീ കുറച്ച് വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. എൻ്റെ മണികണ്ഠൻ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതിരിക്കാൻ. നമ്മുടെ ഓമയ്ക്ക വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ സാമ്പാറിനുള്ളതും വേവുന്നുണ്ട്. അപ്പം നമ്മുടെ ഓമയ്ക്ക നല്ലപോലെ വരണ്ട് വന്ന് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഗരം മസാല, എല്ലാം നിങ്ങളുടെ ഒരു അളവനുസരിച്ച് ഇടുക. ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. അടുത്തത് മുളക് പൊടി. ഞാൻ ആദ്യം മുളക് പൊടി ചേർത്ത് അത് കുറഞ്ഞു പോയി, പിന്നെ രണ്ടാമത് വീണ്ടും ചേർത്തായിരുന്നു കേട്ടോ. നല്ലപോലെ ഇതൊന്ന് ചിക്കിയെടുക്കാം. മസാലയോ മുളക് പൊടിയോ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ അപ്പം ചേർക്കുക. ഉപ്പുമൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓമയ്ക്ക മെഴുക്കുവരട്ടി ശരിയായി. ഞാനൊന്ന് രുചിച്ച് നോക്കുക. ഞാൻ തിന്നപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബീഫൊക്കെ, ആ തേങ്ങാക്കൊത്ത് ഒരു ഓമയ്ക്കയുടെ കഷ്ണോടെ എടുത്ത് വാരിയിടുമ്പോൾ മറ്റേ ബീഫൊക്കെ കഴിക്കുന്ന ഒരു രുചിയാണ് തോന്നിയത്. ഞാൻ അമ്മയ്ക്കും കൊടുത്തു, അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അമ്മ ഒരു ഓമയ്ക്ക ഇങ്ങനെ ഉണ്ടാക്കുക, ഇല്ലയോ, എന്ത് സൂപ്പറാന്ന് പറഞ്ഞു.